ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവം പറഞ്ഞു, രജനീകാന്ത് രാഷ്ട്രീയം വിട്ടു. ഇന്നത്തെ പത്രത്തിലെ ഒരു പ്രധാന തലക്കെട്ടാണ്. പ്രശസ്തനായ താരമാണ് രജനീകാന്ത് എന്ന് ഞാൻ പറയണ്ടല്ലോ. രാഷ്ട്രീയ പ്രവേശനം രാജകീയമാക്കിയതിന്, പക്ഷേ രോഗം വന്നത് ദൈവത്തിൻ്റെ പിൻവിളിയായി അദ്ദേഹം കരുതുന്നു. പിൻവിളി ഭാരതീയ ചിന്താധാരയിൽപ്പെട്ടതാണ്. നമ്മുടെ കാരണവന്മാർ പിൻവിളികളെ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് ഈ വർഷത്തിൻ്റെ അവസാന ദിവസമാണ്. അടുത്തതിലേക്കുള്ള പ്രവേശനത്തിന് മനുഷ്യൻ വെമ്പൽ കൊള്ളുന്നു. കൊറോണ എന്ന ബാധയെ ദൈവം ഒഴിവാക്കി തരുമെന്ന് നാം കരുതുന്നു. തിരുത്തലുകൾ മനുഷ്യനിൽ ഉണ്ടായില്ലെങ്കിൽ കൊറോണയ്ക്ക് ശക്തി കൂട്ടി അയക്കുമോ ആവോ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏഷ്യ 30:20-21 ഇപ്രകാരം കാണുന്നു: കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ഈ പിൻവിളിയിൽ, അതായത് അരുളപ്പാടിൽ, നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു. അത് കേൾക്കണമെങ്കിൽ പാതിരാവിൽ നിശബ്ദമായിരുന്ന് അവൻ്റെ ശബ്ദത്തിന് കാത് കൊടുക്കണം. ഇന്ന് ആ ശബ്ദം ശ്രവിക്കുവാൻ നാം മറക്കുന്നു. മോശ വിക്കനായിരുന്നു. വ്യക്തമായ നാവായി അഹ്റോനെ കൂട്ടിന് ദൈവം നൽകി. നമ്മുടെ ഉപദേഷ്ടാവ് പരിശുദ്ധാത്മാവാണ്. ആ വിവരമാണ് പ്രവാചകൻ അരുളപ്പാടിൽ പറയുന്നത്. ചിലർക്ക് ചില അനർത്ഥങ്ങൾ വന്നാലും തിരിഞ്ഞുനോട്ടമില്ല. അവരെ ഭരിക്കുന്നത് ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവുമാണ്. അടിക്കടി വരുന്ന പ്രതിക്ഷോഭവും ബാധയും ഒക്കെ അവർക്ക് ഉടയാടയാണ്. അങ്ങനെയുള്ളവർ കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും നയിക്കുന്നത് നാശം കാണുവാനായിട്ടാണ്. ചില ഭവനങ്ങളിൽ മാതാപിതാക്കളുടെ രൂപത്തിലും സമൂഹത്തിൽ ഭരണാധിപന്മാരുടെ രൂപത്തിലും ആത്മീയതയിൽ സ്ഥാനമാനങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർ, തങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് തിരിയാത്തവർ മുൻപ് പറഞ്ഞ ശബ്ദം ഒട്ടും ശ്രദ്ധിക്കില്ല. കേട്ടാലും അവർ പൊട്ട അണലികളാണ്. പുതുവർഷത്തിൽ ഒരു പുതുക്കം നമുക്ക് വേണം. പഴയവയെ ആത്മാർത്ഥമായി ഉരിഞ്ഞു കളയാം. ദൈവാത്മ പ്രചോദിതമായ പുതിയ വഴി നമുക്കായി തുറക്കപ്പെടട്ടെ. സമൂഹത്തിൽ നിന്ന് എല്ലാ അരാജകത്വങ്ങളും സങ്കടങ്ങളും ബാധകളും മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യകുലത്തിന് ബാധകളുടെയും രോഗത്തിൻ്റെയും നാളുകൾ ഒഴിവാക്കി പരസ്പരം തിരിച്ചറിയുന്ന, കരുതുന്ന, അഹങ്കാരം ഏതുമില്ലാത്ത, അലസതയും മടിയും ഇല്ലാത്ത ഒരു സുപ്രഭാതം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.